ഡി ബിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി ബിയിൽ വലിയ ഡി ബി പവർ ഡി ബി ആണ്, ചെറിയ ഡി ബി ഇൻവെർട്ടർ ഡി ബി ആണ്. അപ്പോൾ ഇൻവെർട്ടർ ഡി ബിയിൽ ഒരു RCCB വെക്കാനാണ് ഇനിയുള്ളത്. അപ്പോൾ ബാക്കിയെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻസൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് KCBയിൽ നിന്ന് വരുന്ന R ഫേസ്, Y ഫേസ്, B ഫേസ്, ന്യൂട്രൽ, ഇൻപുട്ട് ലൈന് ഐസൊലേറ്ററിൻ്റെ ഇൻപുട്ട് ലൈനിൽ കൊടുക്കും. ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് ELCBയുടെ ഇന്നിലോട്ട് കൊടുക്കും. ELCBൻ്റെ ഇന്നിലോട്ടിൽ നിന്ന് ELCBൻ്റെ ഔട്ടിൽ നിന്ന് ചേഞ്ച് ഓവറിലോട്ട് കൊടുക്കും. ചേഞ്ച് ഓവറിൻ്റെ ഔട്ടിൽ നിന്ന് ഇവിടെ 4 MCBക്കും ഇവിടെ 6 MCBക്കും ഇവിടെ ഒരു 6 MCBക്കും പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 AC 2 ഹീറ്റർ, 2 AC 2 ഹീറ്ററാണ്. ഇത് വൈ ഫേസ് അല്ല, ഈ 2 MCB വൈ ഫേസ് അല്ല, ഇത് B ഫേസ് തന്നെയാണ്. ഇതിൽ നിന്ന് ഫേസ് എടുത്ത് അടിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്, ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ടും ഇവിടെ വെച്ചതാണ്. ന്യൂട്രൽ ഐസൊലേറ്ററിൽ വന്ന് ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് ELCB വന്ന് ELCBൻ്റെ ഔട്ടിൽ നിന്ന് ചേഞ്ച് ഓവറിലോട്ടല്ല പോകുന്നത്, ന്യൂട്രൽ പാനലിലോട്ടാണ് പോകുന്നത്. ഈ 3 ന്യൂട്രൽ പാനലിലോട്ടും കോമൺ ആയിട്ട് ലിങ്കാണ്. അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്നുള്ളൊരു ന്യൂട്രൽ ഇൻവെർട്ടറിന് പോയിട്ടുണ്ട്. ഐസൊലേറ്ററിൽ നിന്നൊരു ഫേസ് ഇൻവെർട്ടറിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു ന്യൂട്രലും ഫേസും പോയിട്ടുണ്ട്. അത് LCBയിൽ നിന്നല്ല പോയത്. ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത് ഇവിടുത്തെ LCBയിലോട്ട് ആണ്, ELCBൻ്റെ ഇന്നിലോട്ടാണ്. ഇതിൻ്റെ ELCBൻ്റെ ഔട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ ഫേസിലോട്ടും ഇതിൻ്റെ ന്യൂട്രലിലോട്ടും പോകുന്നത്. അപ്പോൾ റോട്ടറി എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിവിടെ ഈ സെക്ഷന് ഒരു R ഫേസ് തന്നിട്ടുണ്ട്. ഈ R ഫേസ് ഇല്ലാതായാൽ, അതായത് R ഫേസ് കറണ്ട് പോയാൽ നമുക്കിവിടെ B ഫേസ് Y ഫേസും ഉണ്ടാകും, B ഫേസും ഉണ്ടാകും. അപ്പോൾ R ഫേസിൽ മാറ്റി Yയിലോ Bയിലോ ഇട്ടാൽ നമുക്ക് ഈ R ഫേസിൽ യെല്ലോയോ അല്ലെങ്കിൽ B ഫേസോ ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇതിലോട്ടും കറണ്ട് വരും, അതായത് റോട്ടറി മാറ്റുമ്പോൾ ഇതിലോട്ട് കറണ്ട് വരും. അതുപോലെ തന്നെയാണ് Yയിൽ കറണ്ട് ഇല്ലാതായാൽ സംഭവിക്കുന്നത്. Yയിൽ കറണ്ട് ഇല്ലാതായാൽ Rലുണ്ടെങ്കിൽ അഥവാ Bയിലുണ്ടെങ്കിൽ Rലോട്ടോ Bയിലോട്ടോ മാറ്റിയാൽ Bയിലോട്ട് സപ്ലൈ പാസ് ചെയ്യും. അതുപോലെ ബ്ലൂ ഫേസിൽ കറണ്ട് ഇല്ലാതായാൽ Rലോ Yയിലോ ഉണ്ടെങ്കിൽ B ഫേസ് Rലോ Yയിലോട്ടോ തിരിച്ചാൽ Bയിലേക്ക് Rോ Yയോ വരും. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യണത് അത് വരും. അങ്ങനെയാണ് ചേഞ്ച് ഓവറിൻ്റെ കണക്ഷൻ. ഇനി ലാച്ച് ആൻഡ് റിലേൻ്റെ കണക്ഷനാണ് പറയാൻ പോകുന്നത്. ലാച്ച് ആൻഡ് റിലേക്ക് ഒരു A1, ഇവിടെ ഒരു A2, ഇതിൻ്റെ സ്റ്റെപ്പ് ബാക്കായിട്ടൊരു 1, ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബാക്കിലായിട്ടൊരു 2 ഉണ്ട്. അപ്പോൾ A1ൽ നിന്ന് റൂമിലെ ബെൽ പുഷിൽ നിന്ന് A1ലോട്ട് ഒരു പൾസ് അടിക്കും. പൾസ് അടിക്കുമ്പോൾ ഇവിടെ കോയിൽ വർക്ക് ചെയ്യാനൊരു A2ലൊരു ന്യൂട്രലും കൊടുക്കും. അങ്ങനെ കോയിൽ വർക്ക് ചെയ്യുമ്പോൾ 1ൽ നമുക്ക് MCBയിൽ നിന്നൊരു ഫേസ് എടുത്ത് ഇവിടെ 1ൽ കൊടുത്തിട്ടുണ്ടാകും. 1ൽ കൊടുത്ത ഫേസ് 2ലോട്ട് ക്ലോസ്ഡ് ആകുമ്പോൾ അത് മാസ്റ്റർ 2A സ്വിച്ചിലോട്ട് പോകും. അപ്പോൾ കോയിൽ എനർജൈസ് ആകുമ്പോൾ MCBയിലെ ഫേസ് ഔട്ട്പുട്ട് 2 വഴി 2A സ്വിച്ചിലോട്ട് പോകും. അങ്ങനെയാണ് മാസ്റ്ററിൻ്റെ കണക്ഷൻ. നമ്മളിതിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് ചെയ്യുന്നത് എർത്തിങ് ആണ്. എർത്ത് ചെയ്തതിന് ശേഷം ന്യൂട്രലാണ്. ന്യൂട്രൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ MCB ആഡ് ചെയ്യുന്നത്. MCB ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സെക്ഷനിലെയും വയർ MCBൻ്റെ മുകളിൽ കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.